മിശിഹായിലെ സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങളാണ്. നാം അവന്റെ കൽപ്പന പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നുവെന്ന് തീർച്ചയാക്കാം. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പന പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു, അവനിൽ സത്യമില്ല. ഈ 2 വാചകമാണ് നമ്മൾ ഇന്ന് കാണുവാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം അവന്റെ കൽപ്പന പാലിക്കുക, രണ്ടാമത് അവനെ അറിയുക. ഈ 2 കാര്യങ്ങളാണ് ഇതിനകത്ത്, ഈ 2 വാക്യത്തിനകത്ത് പ്രത്യേകമായിട്ടും പ്രസക്തമായിട്ടുള്ള കാര്യം. അവനെ അറിയുക എന്ന് പറയുമ്പോൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിലെ ദൈവത്തോട് ഐക്യപ്പെടുക എന്നർത്ഥം. ദൈവത്തോട് ഐക്യപ്പെടുക എന്ന് പറയുന്നതും അറിയുക എന്ന് പറയുന്നതും ഒരേ അർത്ഥം തന്നെയാണ്. കൽപ്പന പാലിക്കുന്നവനാണ് ദൈവത്തെ അറിയുന്നവൻ. ഈ അറിവ് കൽപ്പന പാലിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അറിവ്, അതൊരു അനുഭവ തലത്തിലുള്ള അറിവാണ്. ഞാനൊരു വ്യക്തിയെ അറിയുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ മനസ്സിലാക്കണം, ആ വ്യക്തിയെ സ്നേഹിക്കണം, ആ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുകയും വേണം. ആ വ്യക്തിയുമായിട്ട് ഒരു അഭേദ്യമായിട്ടൊരു ബന്ധം നമുക്കുണ്ടാകും. അവൻ അറിയുമെന്ന് പറഞ്ഞിട്ട് അവന്റെ സ്വഭാവം അറിയൂല, അല്ലെങ്കിൽ എന്താണെന്ന് ആ വ്യക്തി എന്താണെന്ന് കഴിവ് എന്താണെന്നോ കഴിവുകേട് എന്താണെന്നോ മനസ്സിലാക്കാത്തൊരവസ്ഥയാണ്. പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങൾ ചോദിച്ചതുപോലെ 25 വർഷമായി വിവാഹത്തിന്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ വന്ധ്യവൈദ്യം ചോദിച്ചു, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഭർത്താവിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഭർത്താവിനെ ചോദിച്ചു, ഭാര്യയെ പൂർണ്ണമായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ കൂടെ വസിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അറിവ് എന്ന് പറയുമ്പോൾ അതൊരു അനുഭവത്തിന്റെ, അഭിഷേകത്തിന്റെ, ആസ്വാദത്തിന്റെ ഒരു അനുഭവമാണ്. അതാണ് ഇവിടെ യോഹന്നാൻ സ്ലീഹ സൂചിപ്പിക്കുന്നത്. അവനെ അറിയണം. അതൊരു അനുഭവമാണ്, അതൊരു എക്സ്പീരിയൻസാണ്. അത് സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്ന് വരുന്ന അഭിഷേകത്തിന്റെ ഒരു അറിവാണ്. നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്, സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ആണ് യോഹന്നാൻ സ്ലീഹ ഇവിടെ പറയുന്നത് അവനെ അറിയണം എന്നുള്ളത്. ആ അറിയുക എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഗിനോസ്കെയിൽ എന്ന വാക്കാണ് ഗ്രീക്ക് പദം അറിയുക എന്ന് പറയുമ്പോൾ. ഗിനോസ്കെയിൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ അറിയുക എന്ന വാചകം അവിടെ എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള യോഹന്നാന്റെ ലേഖനത്തില്. അതിന്റെ അർത്ഥം ഇങ്ങനെ പറയുന്നത് എങ്ങനെയാണ്? അനുഭവത്തിലൂടെ സാവകാശം വളരുന്ന അറിവാണ് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അന്തരാർത്ഥം ഗ്രീക്കിൽ പറയുമ്പോൾ, എന്നിട്ട് ആ വ്യക്തിയെ അറിയുകയും സ്നേഹിക്കുകയും അയാളുമായി ഐക്യപ്പെടുകയും ചെയ്യുന്ന ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ഇത്. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായം 1-ാം വാക്യം എടുത്ത് വായിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായം 1-ാം വാക്യം. ആദം തന്റെ ഭാര്യയായ ഹവ്വയെ അറിഞ്ഞു, അവൾ ഗർഭം ധരിച്ചു, ഒരു പുത്രനെ പ്രസവിച്ചു. ഐക്യപ്പെടലിന്റെ, പൂർണ്ണമായിട്ട് ഒന്നാകലിന്റെ ഒരു അഭിഷേകത്തെ സൂചിപ്പിക്കുന്ന ഒരു വാചകമാണ് ഗിനോസ്കെയിൻ, ഗ്രീക്ക് പദം. ഇവിടെ അറിയുക എന്ന് പറയുമ്പോൾ, ബൈബിളിൽ അറിയുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു അഭിഷേകത്തിന്റെ
അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ, ആശീർവാദത്തിൻ്റെ ഫലങ്ങൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഈ വാക്യത്തിൽ പറയുന്നത് കൽപ്പന പാലിക്കുക. കൽപ്പന പാലിക്കുക. ഗ്രീക്ക് പദത്തിൽ അതിനെ തേരയിൻ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചത്. തേരയിൻ എന്ന ഗ്രീക്ക് പദം നമ്മൾ ഒരു വ്യക്തിയെ അനുസരിക്കുന്നത് നിയമം കൊണ്ടല്ല, സ്നേഹം കൊണ്ട്. സ്നേഹം കൊണ്ട്, സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് ഒരു വ്യക്തിയെ സ്നേഹം മൂലം ആ വ്യക്തിക്ക് നമ്മൾ എന്തും ചെയ്തു കൊടുക്കും. അതാണ് ഇവിടെ കൽപ്പന പാലിക്കുക എന്ന് പറയുമ്പോൾ തെരേൻ എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ യോഹന്നാൻ ശ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നത്. സ്നേഹത്തിൽ നിന്ന് വരുന്ന ഒരു അനുഗ്രഹം, അഭിഷേകം, ആ സ്നേഹത്തിൽ നിന്ന് അടിയിൽ വരുന്ന നമ്മൾ അനുസരണമാണ് ഇവിടെ കൽപ്പന പാലിക്കുക എന്ന് പറയുമ്പോൾ സൂചിപ്പിക്കുന്നത്. പൗലോസ് ശ്ലീഹ ഫുലസൈൻ എന്ന ഗ്രീക്ക് പദം ഉപയോഗിക്കുന്നുണ്ട്. അത് നിയമം മൂലം അനുസരിക്കുന്ന കൽപ്പന. ഇപ്പൊ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഇവിടെ അമ്മച്ചിമാര് നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും മക്കൾക്കും വേണ്ടിയിട്ട് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നു. ആ നിയമാണോ? ഭർത്താവ് നിങ്ങൾക്ക് എന്ത് ഭക്ഷണം പാകം ചെയ്ത് ചോദിച്ചൂടെ? ആ നിയമത്തെക്കാളും ഉപരിയായിട്ട് സ്നേഹത്തിൽ നിന്ന് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തം. നേരെ മറിച്ച് അവിടെ ഒരു അഭേദ്യം, ഒരു ബന്ധമുണ്ട്, ഐക്യപ്പെടലിന്റെ ഒരു ബന്ധമുണ്ട്. നേരെ മറിച്ച് നിങ്ങളൊരു ഹോട്ടൽ നടത്തുന്നു, അവിടെയും ഭക്ഷണം പാകം ചെയ്യലല്ലേ, ഭക്ഷണം കൊടുക്കണില്ലേ? അത് തമ്മിൽ വ്യത്യാസം എന്താ? അതെന്താ? അതാണ് നിയമം. അത് പൈസ വാങ്ങിച്ച് ഭക്ഷണം കൊടുക്കുന്നു, കഴിഞ്ഞു. ആ ബന്ധത്തിന് തുടർച്ചയില്ല. അത് പൈസ വാങ്ങിച്ച് ഭക്ഷണം കൊടുത്തു, കഴിഞ്ഞു, അവസാനിപ്പിച്ചു. അത് സ്നേഹം കൊണ്ട് ചെയ്യുന്നതല്ല, അത് നിയമത്തിന്റെ വശത്തിൽ ചെയ്തു പോകുന്നതാ. പൈസ വാങ്ങിച്ച് ബിസിനസ് നടത്താണ്, അതൊരു ബിസിനസ്സാണ്. പക്ഷേ ഒരു അമ്മ മക്കൾക്ക് വേണ്ടിയിട്ട് ത്യാഗം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് അവർക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ച്, അത് സ്നേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്ന ഉത്തരവാദിത്ത കടമയാണ്. ഇതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം. അതാണ് ഇവിടെ തെരയൻ എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ ഉള്ളിൽ ചെയ്യുന്ന ഉത്തരവാദിത്തം, മറ്റത് ഫുലസൈൻ എന്ന് പറയുന്ന നിയമങ്ങൾ പാലിക്കുക. അത് ബന്ധം ഒരു ഐക്യപ്പെടലിന്റെ സുവിശേഷമായിട്ട് നമ്മൾ മാറില്ല. ഒരു കടമ കഴിക്കില്ലേ, അത് നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തം ചെയ്തെടുക്കില്ല, മറ്റത് സ്നേഹത്തിൽ നിന്നുള്ള ഉത്തരവാദിത്തം ചെയ്തെടുക്കുക. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ അവനെ അറിയുക എന്ന് പറയുമ്പോൾ കൽപ്പന പാലിക്കുക. ഇവിടെ കൽപ്പന പാലിക്കുന്നത്, അനുസരിക്കുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ 1 യോഹന്നാന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 3-4 വാക്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കുന്നത്. നമ്മൾ അടുത്ത ആഴ്ചയായിട്ട് 5-6 വാക്യങ്ങൾ കാണുന്നതായിരിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.